വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം. അതിന് വേണ്ടിയിട്ട് വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ആദ്യമായിട്ട് മാർക്ക് ചെയ്തിടുന്നത് ഒരു സപ്പോർട്ട് ഏരിയ ആണ്. ഈ ഒരു ലെവലിനെ അല്ലെങ്കിൽ ഒരു സോണിനെ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. പിന്നെ മാർക്ക് ചെയ്തിടുന്ന ഒരു FEG ആണ്. നോക്കിയാൽ കാണാം ഈ ഒരു ലെവലിൽ മാർക്കറ്റ് വന്നതിന് ശേഷം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ താഴോട്ടേക്ക് ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിനെ ഒരു FEG ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇത്രയാണ് പ്രധാനപ്പെട്ട രണ്ട് ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം. 1 അവറിന്റെ ടൈം ഫ്രെയിമിലേക്ക് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇന്നലെ വന്ന് ഈ ഒരു ബ്രേക്ക് ഔട്ട് തന്ന ഏരിയയിലേക്ക് വന്ന് തിരിച്ചിറങ്ങി ഒരു സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഏരിയനെ സപ്പോർട്ട് എടുത്ത ഏരിയനെ നമ്മൾ ഒരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ വരച്ചിരിക്കുന്ന ആ ഒരു ലെവൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. താഴോട്ടേക്ക് ഇറക്കി ഈ ഒരു ലെവലിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം ഇവിടെ നിന്നാണ് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലും നല്ലൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ്. ഇവിടെയും മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് വന്ന് നിന്നിട്ട് മുകളിലോട്ട് കയറി പോയിട്ടുണ്ട്. അപ്പൊ ഇവിടെയും സപ്പോർട്ട് ഏരിയ മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയുടെ മുകളിൽ ഒരു FEG ഉണ്ട്, അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ മുകളിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ ഒരു സപ്ലൈ ക്രിയേറ്റ് ചെയ്ത ഒരു ഏരിയ ആണ്. നല്ല രീതിയിൽ മാർക്കറ്റ് അവിടെ നിന്ന് താഴോട്ടേക്ക് ഒരു വീണ ഏരിയ ആണ്. അപ്പൊ ആ ഒരു ഏരിയനെ നമ്മളൊരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 1 അവറിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, മാർക്കറ്റ് ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് നടത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് നടത്തിയിട്ട് മുകളിലോട്ട് പോയിട്ടുണ്ട്. മുകളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോ നിൽക്കുന്ന ഒരു ഏരിയ അല്ലെങ്കിൽ മാർക്കറ്റ് ഇപ്പൊ തിരിച്ചിറങ്ങുന്ന ഏരിയ എന്ന് പറയുന്നത് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയയിലാണ്. ശ്രദ്ധിച്ചാലും കാണാം ഇവിടെ നിന്ന് ഈ ഒരു ഏരിയയിൽ നല്ല രീതിയിൽ ഒരു സപ്ലൈ ക്രിയേറ്റ് ചെയ്തൊരു ഏരിയ ആണ്. അത് മാത്രമല്ല ഇവിടെ FEG ഉണ്ട്. ആ ഒരു ഏരിയയിൽ നിന്നാണ് താഴോട്ടേക്ക് ഇറങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനെ മാർക്ക് ചെയ്തിട്ടുണ്ട്, റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ 50 മിനിറ്റ്സിൽ താഴെ നിന്നൊരു ട്രെൻഡ് ലൈനും കൂടി ഉണ്ട്. ആ ഒരു ട്രെൻഡ് ലൈനെ റെസ്പെക്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് കയറി പോകുന്നത്. ഇപ്പോഴും അതിലേക്ക് തന്നെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോ ഒരു സാധ്യത എന്ന് പറയുന്നത് 50 മിനിറ്റ്സിന്റെ സാധ്യത എന്ന് പറയുന്നത് ഇപ്പൊ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഈ ലെവലിലേക്ക് മാർക്കറ്റ് വീണ്ടും ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു ഏരിയനെ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അങ്ങനെ ഈ ലെവലിലേക്ക് ഇറങ്ങി വന്നിട്ട് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ, നല്ല രീതിയിൽ ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ബൈ സൈഡിലേക്ക് പോവാം. അങ്ങനെ ബൈ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഈ റെസിസ്റ്റൻസ് ഏരിയയുടെ മുകളിൽ വരെ നോക്കിയാൽ കാണാം ഇവിടെ ഒരു FEG ഉള്ള ഏരിയ ആണ്. ഈ മുകളിൽ വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, ഒരു ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഇതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് മാർക്കറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മുകളിലോട്ട് വന്നിട്ട് വീണ്ടും ഒരു വീഴ്ച വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ ഒരു വീഴ്ച വരികയാണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈനിന് താഴോട്ടേക്ക് വരികയാണെങ്കിൽ വീണ്ടും നമുക്കൊരു സെൽ എൻട്രി ഉണ്ട്. ഈ ഒരു FEG വരെ നമുക്ക് അതിന്റെ ഒരു ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതും നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. പിന്നെ അതിനുശേഷം ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് കയറി പോകാം, നല്ല രീതിയിലൊന്ന് മുകളിലോട്ട് കയറി പോകാം. പക്ഷെ കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ചു നേരം നിന്നിട്ട് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടൊക്കെ ആയിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ കുറച്ചു നേരം സമയം എടുത്തിട്ടായിരിക്കും പോകുന്നുണ്ടാവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂസ് വേണം. അങ്ങനെയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് കയറി പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ചിലപ്പോൾ ഇതിനൊന്നും റെസ്പെക്ട് ചെയ്യാതെ വലിയൊരു വീഴ്ചയ്ക്കും കാണാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം വൺ ഡേ ചാർട്ട് നോക്കുന്ന സമയത്ത് FEGയിൽ നിന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ റിജക്ഷൻ തന്നിട്ടുണ്ട്. ഒരു റീടെസ്റ്റ് ആണ് ഇപ്പൊ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് വലിയൊരു വീഴ്ച വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല രീതിയിലൊരു താഴോട്ടേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത ഉണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു FEG വരെയും അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് വരെ വരാനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. അത് നോക്കണം. കൺഫർമേഷൻ എടുത്തിട്ട് ആ വീഴ്ചയിൽ സെൽ എൻട്രി എടുക്കാവുന്നതാണ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ US ഓയിലിലെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കാതിരിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.